നമസ്കാരം. മധുരയിൽ നടക്കുന്ന CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരിക്ക് ശേഷം ആരാകും CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിലെ അഭ്യൂഹം ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് PB രാഘവലുവിന് ആണ് ഇപ്പോൾ സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഘവലു ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഒരു മുഖമാണ്. ആയതുകൊണ്ട് തന്നെ MA ബേബിയേക്കാൾ കുറച്ചുകൂടി യോഗ്യൻ എന്ന കാരണം കൊണ്ടാണ് രാഘവലു ജനറൽ സെക്രട്ടറി ആകാനാണ് സാധ്യത എന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് സാധാരണയായി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നവർ ആയിരിക്കും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തീരാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ ഇത്തവണ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് PB രാഘവലുവാണ്. രാഘവലു അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ രാഘവലുവിന് സാധ്യത ഉണ്ട് എന്ന് തന്നെയായിരുന്നു പറഞ്ഞു കേട്ടത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ബേബി വരുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് രാഘവലു ആയിരിക്കും എന്നാണ് മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെ ആവശ്യം. അതായത് ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ഈ പാർട്ടി കോൺഗ്രസിന്റെ വേദിയിലൊക്കെ തന്നെയും പാർട്ടിയുടെ കരട് രാഷ്ട്രീയ രേഖ ചർച്ചയിൽ ഒക്കെ തന്നെ കോൺഗ്രസിനെ ഒരു കാരണവശാലും കോൺഗ്രസുമായി യോജിച്ച് നിൽക്കരുത് എന്നുള്ള കേരള ഘടകത്തിൻ്റെ ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാവായ ബേബിക്ക് ഒരു കാരണവശാലും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ടൊരു ചർച്ച പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരാശങ്ക ബംഗാൾ ഘടകത്തിലും അല്ലാതെയുമുണ്ട്. അതായത് ഇവിടെ അത് പറയാൻ കാരണം സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ BJP-ക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ ഒരു മുന്നണി, അതായത് പ്രാദേശിക കക്ഷികളെ വരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു മുന്നണി ഉണ്ടാക്കണമെന്നും ആ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നും, അതായത് കോൺഗ്രസിനോട് ഒരു മൃദു സമീപനം BJP-ക്കെതിരെ, അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് BJP-യെ എതിർക്കണമെന്ന് വാദിച്ച സീതാറാം യെച്ചൂരിക്ക് അന്നും എതിരായിരുന്നു കേരള ഘടകം. പിണറായി അടങ്ങുന്ന CC-യിലെ കേരള ഘടകം, കൂടാതെ പോളിറ്റ് ബ്യൂറോയിലും അങ്ങനെ തന്നെ. ഏതായാലും ഇത്തരത്തിൽ യെച്ചൂരിയുടെ മരണശേഷം പാർട്ടിക്ക് പുതിയൊരു ജനറൽ സെക്രട്ടറിയായി MA ബേബി വരുമോ അതോ രാഘവലു വരുമോ എന്നൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രാഘവലുവിനാണ് സാധ്യത എന്ന് പറയുന്നു. അതിൻ്റെ കാരണം ഇതാണ്: അന്ധമായ കോൺഗ്രസ് വിരോധം കേരള ഘടകം പുലർത്തുമ്പോൾ എങ്ങനെ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ചേർന്ന് BJP-ക്കെതിരെ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും ബേബി പാർട്ടിയുടെ നേതാവായി ബേബിയെ എങ്ങനെ മുന്നിലേക്ക് ഇറക്കും എന്നൊരു ആശങ്കയാണ് CPM-ന് ഇപ്പോൾ ഉള്ളത്. ഏതായാലും നമുക്കൊരു കാര്യം വ്യക്തം: പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച രാഘവലുവിനാണ് ഇപ്പോൾ അറിയുന്നത് രാഘവലു CPM-ന്റെ യെച്ചൂരിക്ക് ശേഷമുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി ആകും എന്നാണ്. PK ശ്രീമതിയും AK ബാലനും ഒഴിയുന്ന CC-യിൽ PK ബിജു, മുഹമ്മദ് റിയാസ്, TN സീമ എന്നിവരുടെ പേരും പറയുന്നുണ്ട്. അതായത് സ്ത്രീ പ്രാതിനിധ്യം വരുമ്പോൾ സുജാത, TN സീമ എന്നീ പേരുകൾ പറയുമ്പോൾ ഇവരിൽ ആരാകും CC-യിലേക്ക് അടുത്ത വരുന്ന കേന്ദ്ര കമ്മിറ്റിയിലേക്കെന്ന് പറയാൻ കഴിയില്ല. PK ശ്രീമതിയും AK ബാലനും ഒഴിയുമ്പോൾ ഇനി വരാൻ പോകുന്നത് PK ശ്രീമതിയും AK ബാലനും CC-യിൽ നിന്ന് മാറുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മുഹമ്മദ് റിയാസിനാണോ അതേ PK ബിജുവിനാണോ സാധ്യത, അതോ TP രാമകൃഷ്ണനാണോ സാധ്യത എന്നിങ്ങനെയുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ പോളിറ്റ് ബ്യൂറോയിൽ പ്രായപരിധിയുടെ കാരണം കൊണ്ട് തന്നെ 7 പേരാണ് ഇത്തവണ 75 വയസ്സിന്റെ പ്രായപരിധിയിൽ പാർട്ടിയിൽ നിന്ന് PB-യിൽ നിന്ന് മാറ്റപ്പെടുന്നത് അല്ലെങ്കിൽ മാറപ്പെടുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരാകും യെച്ചൂരിക്ക് ശേഷം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആരെന്ന്. അത് രാഘവലു ആയിരിക്കുമോ അതോ ബേബി ആയിരിക്കുമോ? ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബേബിയുടെ സാധ്യത മങ്ങുന്നു, MA ബേബിയുടെ സാധ്യത മങ്ങുന്നു എന്നുള്ളതാണ്. അതായത് കേരള ഘടകത്തിന്റെ അന്ധമായ കോൺഗ്രസ് വിരോധമാണ് അതിന് കാരണമെന്നും പറയാതെ പറയുന്നു.